ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേർക്കൊക്കെ എന്തൊരു മൈൻഡ് ഇല്ലാത്തത്? ആ ബഹുമാനം കൊണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്. 1 2 1 2 1 2 ഈസി. ആ കൈയെടുത്ത് നടുവിന് വൈകിടും സാർ. ഓ, നിങ്ങൾ ഇനി ഗ്രൗണ്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യും. ഹലോ ഗൗതം. നമസ്കാരം സാർ. ആ, പുതിയ കൂട്ടുകാരനുണ്ടല്ലോ, ഇന്നലെ വന്നു എന്നറിഞ്ഞു. ഇതാണ് നമ്മുടെ PT സാർ. നമസ്കാരം സാർ. ഹലോ, ഐ ആം സുശീലൻ, NIS കോച്ച് ഫ്രം പാട്യാല. ഞാൻ സ്പോർട്സിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാ. വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലന പരിപാടി ആയിരിക്കും എൻ്റെത്. ശരി സാർ. മോർണിംഗ് 6 o'clock ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം. സ്പോർട്സിൽ എന്തെങ്കിലും ആകണമെങ്കിൽ നിങ്ങളെ പരിപൂർണമായും എനിക്ക് ഗ്രൗണ്ടിൽ കിട്ടണം. കഴിഞ്ഞ വർഷം നാഷണൽ മീറ്റിന് കേരളത്തിന് 8 ഗോൾഡാണ് ടോട്ടൽ. അതിൽ 5ഉം എന്റെ കുട്ടികൾക്കാ. പിന്നെ വെള്ളി വെങ്കലം ഇതൊക്കെ ആര് നോക്കുന്നു? ഗ്രൗണ്ടിൽ തൊട്ടാൽ പൊന്നായിട്ട് വേണം തിരിച്ചു വരാൻ. പിന്നെ കള്ളുകുടി, കഞ്ചാവ്, സിഗരറ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഫ്രം സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ചിലപ്പോ കോളേജിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ സാർ. കഴിഞ്ഞ വർഷം ഈ കോളേജിൽ നിന്ന് അങ്ങനെ പറഞ്ഞയച്ച 3 പേരും എന്റെ കുട്ടികളാ. അതുകൊണ്ട് പേരുദോഷം ഉണ്ടാക്കി വെക്കരുത്. നമ്മുടെ കോളേജ് സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഗ്രൗണ്ടും ട്രാക്കും ഒക്കെ നമ്മുടെ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. സ്കൂളിൽ നിങ്ങളുടെ PT ആരാണെന്നാ പറഞ്ഞേ? ഗീവർഗീസ് സാർ. ഓ, ആ ആരാച്ചാരുടെ മുഖമുള്ള എക്സ് സർവീസ്മാൻ, അഗ്ലി ഫേസ്. തീരെ പ്രൊഫഷണൽ അല്ല. തമ്മന സ്കൂളിലുള്ള ആ തോമസ് മാഷിന്റെ വാല കെട്ടാൻ കൊള്ളില്ല. ഏതായാലും ജോ വന്നത് കറക്റ്റ് സമയത്താണ്. അടുത്ത ആഴ്ച യൂണിവേഴ്സിറ്റി മത്സരത്തിനുള്ള ടീം സെലക്ഷൻ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കണം. ശരി സാർ. ആ, നിങ്ങൾ റെഡിയാവും? ശരി സാർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് സിമ്പിളാ. ഫുൾ ടൈം നമ്മൾ ഗ്രൗണ്ടിലും ഹോസ്റ്റലിലൊക്കെ തന്നെ ഉണ്ടാവും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതോ ഒരു സുഖമില്ല കളർ. ഇത് കൊള്ളാം. ഇത് നിനക്ക് ചെയ്തു. ഇതും കുഴപ്പമില്ല. ബാലമുരുകൻ. അയ്യോ, ഇതിനേക്കാളും വില കുറഞ്ഞുണ്ടാവോ? എന്റെ ചേട്ടാ, ഏത് ഷോപ്പിനേക്കാളും വില കുറച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. അത് കമ്പനി സാധനം. കേട്ടാ, അതൊന്ന് കാണിച്ചേ. ഇത് ആയിട്ടാ. ഈ കളർ എടുക്ക്, സാറിന് അടിപൊളിയായിരിക്കും. അതെ, ഇത് കൊള്ളാം. കൊള്ളാം. കൊള്ളാം അല്ലേ? ആ, ഇതൊന്ന് എടുത്തു വെച്ചേ. ഞങ്ങൾ അപ്പുറത്ത് നോക്കിയിട്ട് വരാം. വാ. ദീപു, ഹരി, എന്താ പ്രശ്നം? ജോയോടെ? ആ കുളിക്കുവാ. ആ, ജോക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, താഴെ വെയിറ്റ് ചെയ്യണം. എടാ അനൂപേ, ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചോണ്ടിരുന്നാലേ ഫൈനൽ സെമിസ്റ്റർ ആവുമ്പേ നിനക്ക് വട്ടായി പോവും. പണ്ടീ മുറിയിലേ ഇങ്ങനെ ഒരുത്തരുണ്ടായിരുന്നു, പ്രവീൺ. അവൻ പഠിച്ചേ അവസാനം വട്ടായി പോയി. നീ പഠിച്ചോ, നിനക്ക് വട്ടായാലും കാണാനേ നല്ല രസമായിരിക്കും. എന്നെ ആരാ അന്വേഷിച്ചത്? ഞാനാ. മിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. വരുന്നുണ്ട്. താനിവിടെ പുതിയതല്ലേ? അതെ. ഇന്നലെ ഷോപ്പിങ്ങിന് വന്നിരുന്നോ? ഉവ്. ഏത് പട്ടിക്കാട്ടിലെ സ്ഥലം? ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ചോദിക്കാനാ ഞങ്ങളും വന്നിരിക്കുന്നത്. തനിക്ക് എന്തിന്റെ സുഖേടാ? കണ്ട പെമ്പിള്ളാരെ ഡ്രസ് എടുത്തോണ്ട് പോരെ. ഏത് ഡ്രസ്? ആഹാ, അത് ശരി, അറിയില്ല അല്ലേ? ഇല്ല. ചില തെലുങ്ക് സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം നായികയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുക, പിന്നെ അത് തിരിച്ചു കൊടുക്കുക, പിന്നീട് അവളെ ലൈൻ അടിക്കുക. ആ വക കാര്യങ്ങളൊക്കെ അങ്ങ് ഹൈദരാബാദിൽ പോയി പറഞ്ഞാൽ മതി. താൻ വേഗം പോയി എന്റെ ഡ്രസ് പാക്കറ്റ് എടുത്തിട്ട് വാ. എന്താ കുട്ടി പറയുന്നേ? എന്റെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിൽ ഡ്രസ്സും മറ്റേതിൽ സ്പൈസും. അല്ല പിന്നെ എന്താ അവിടെ പ്രോബ്ലം? ചേട്ടന്റെ കാര്യം നോക്കിയാ മതി. അത് ശരിയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയപ്പോഴേ. അതെ ചേട്ടാ, ഇയാളുടെ ഡ്രസ് മനപ്പൂർവ്വം ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ് എടുത്തോണ്ട് പോയി. അല്ല വിശാലേട്ടാ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് ചേട്ടാ വിശാലേ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്താ? ഒന്ന് തുറന്നു നോക്ക്. ഇത് തുറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ബാഗേ റൂമിൽ കിടക്കുന്നു. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. എന്നാ ഞങ്ങളും കൂടെ വരാം. അത് വേണ്ട.
വേണ്ട, ഞങ്ങള് പോയി എടുത്തോണ്ട് വരാം. അതെ ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ആ ബാഗ് ഇതാ. ആ ആദ്യം ഇവിടെ ഇരിക്കട്ടെ, മറ്റേത് കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ, കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവരാം. ഞാൻ നിങ്ങളുടെ പക്ഷത്താണേ. പോട്ടെ സുന്ദരികളെ. ഇത് കണ്ടോ, ഷൂ. ഇത് ബെൽറ്റ്. ഇത് നിങ്ങളുടെ അല്ലല്ലോ? അല്ലല്ലോ. അതെ, വിവരം വേണം, വിവരം. ആൺകുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ കുറെ പെൺകുട്ടികളും കൂട്ടി വന്ന് പത്രാസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാലോ. ഇനി അടുത്തും കൂടി കാണിക്കാം. ഇതെന്റെ ഷർട്ട്. അയ്യേ, ഇതെങ്ങനെ ഇതിൽ വന്നു? എനിക്കറിയില്ല. അത് ശരി, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എടുത്ത ആൾക്കും കൂട്ടുകാർക്കും അറിയില്ല അല്ലേ? സോറി. Shut up, stupid. വാടി. നീ എന്താ സ്ലോ ആയത്? ദാ അവിടെ. ഓ നമ്മുടെ പാവം വില്ലൻ. ഹോസ്റ്റലിൽ വെച്ച ആളുടെ മട്ടും പാവം കണ്ടപ്പോ സ്പോർട്സിന്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പറയില്ലായിരുന്നു. പക്ഷേ മോശമായിപ്പോയി. എല്ലാവരും കാര്യം ചെയ്യേ, നീ ചെന്നൊരു സോറി പറഞ്ഞേക്ക്. നീ തന്നെ പോയെങ്കിൽ പറഞ്ഞാ മതി. നമ്മുടെ വില്ലനെ കാണാനില്ലല്ലോ. എവിടെ പോയി? അതാ. നീ പറഞ്ഞത് ശരിയാ, നമുക്ക് പോയൊരു സോറി പറയാം. ആ നമുക്കല്ല, നിനക്ക്. നീയല്ലേ കണ്ട ചീത്തയൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയി. ഒരു സോറി പറഞ്ഞാ തീർന്നു. നിനക്കെന്ത് ഇത്ര ഉറപ്പ്? ഉറപ്പ്. ആ എന്നാ വാ. വാ. മഞ്ജിത് ഭായ്, ആ നടുക്ക് വരുന്നവനാ ജോ. ആ നരുന്ത് പയ്യനോ? ഇന്ന് നേരത്തെ കഴിഞ്ഞു അല്ലേ? എടാ നാളെ എപ്പോഴാ ഇറങ്ങേണ്ടി വരാ? എടാ നിനക്കിന്ന് പതിവ് ചായ കുടിക്കണ്ടേ? ഓ പ്രിൻസിപ്പൽ. ശരി, വണ്ടി വിടാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രാക്ടീസ് തുടങ്ങിയോ? തുടങ്ങി സാർ. ഓക്കെ, ഭംഗിയായി ചെയ്തോളൂ. ശരി. അടുത്തവര് മാത്സാ. വരുന്നുണ്ട്. ഓക്കേടാ, ബൈ. ബൈ. ഹലോ ഹലോ, ഒന്ന് പിടിച്ചടി. ഹലോ മിസ്റ്റർ, ഒന്ന് നിന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.